പോലീസിലെ കായിക ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കിയെന്ന വാർത്ത ADGP ശ്രീജിത്തിനാണ് പകരം ചുമതല. നേരത്തെ കായിക മേഖലയിലെ പിൻവാതിൽ നിയമനം വിവാദമായിരുന്നു. മാത്രമല്ല MR അജിത് കുമാർ ഇപ്പോൾ അവധിയിലാണ് താനും. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ സലീം, ഗുഡ് മോർണിംഗ്. അജിത് കുമാർ അവധിയിലാണല്ലോ, അത് പ്രമാണിച്ച് ചാർജ് കൊടുത്താണോ? എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്? സ്പോർട്സ് സെൻട്രൽ ഓഫീസർ ഗുഡ് മോർണിംഗ്. ഈ പോലീസിലെ സെൻട്രൽ സ്പോർട്സ് ഓഫീസർ എന്ന ചുമതലയിലാണ് ഇപ്പോൾ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആ ചുമതല ഇത്രയും കാലം ADGP MR അജിത് കുമാറിനായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കഴിഞ്ഞ മാസങ്ങളായി പോലീസിന്റെ തലപ്പത്ത് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്പോർട്സ് ചുമതലയിലെ ചില പിൻവാതിൽ നിയമനങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. സാധാരണഗതിയിൽ ഈ സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ പോലീസിൽ ഉണ്ടാകുന്നത് അത് രാജ്യത്തിനോ സംസ്ഥാനത്തിനോ വേണ്ടി മികവ് തെളിയിച്ച് ദേശീയ ഗെയിംസിലും മറ്റ് ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ പങ്കെടുത്ത് മികവ് തെളിയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ പോസ്റ്റ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ബോഡി ബിൽഡർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു വോളിബോൾ താരത്തെയും, അങ്ങനെ രാജ്യത്തെയോ സംസ്ഥാനത്തെയോ പ്രതിനിധീകരിക്കാത്ത വോളിബോൾ താരത്തെയും ആ കോട്ടയിൽ നിയമിക്കണം എന്നൊരാവശ്യം, ഒരു കണ്ണൂർ സ്വദേശി നിയമിക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നതാണ്. ആ ആവശ്യം ഉയർന്നു വന്നതിന് പിന്നാലെ MR അജിത് കുമാർ, ADGP MR അജിത് കുമാറാണ് ആ നിയമനം നടത്തേണ്ടത്. അദ്ദേഹം അതിന് തയ്യാറായില്ല. പകരം അവധിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. അവധിയിൽ പ്രവേശിച്ച അതിനുശേഷം ഈ നിയമനത്തിന് പകരം തന്നെ താൽക്കാലികമായി ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഒരു കത്തും നൽകിയിരുന്നു. അതിന് പിന്നാലെ താൽക്കാലിക ചുമതല S ശ്രീജിത്തിന് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ താൽക്കാലിക ചുമതല ആയതുകൊണ്ട് തന്നെ S ശ്രീജിത്തും ഈ നിയമനം നടത്താൻ തയ്യാറായില്ല. മാത്രമല്ല വലിയ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ നിയമനം നടത്താൻ തയ്യാറാവാതിരുന്നത്. ഇപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് MR അജിത് കുമാറിന്റെ കത്ത് കൂടി മുഖവിലക്കെടുത്ത് സർക്കാർ ആ പോസ്റ്റിൽ നിന്നും MR അജിത് കുമാറിനെ ഒഴിവാക്കുന്നത്. പകരം S ശ്രീജിത്തിന് ഔദ്യോഗികമായി തന്നെ ചുമതല നൽകിയിട്ടുണ്ട്.